ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ, Q&B ഹെൽത്ത് കെയർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഇന്ന് കാണപ്പെടുന്നൊരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിന് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പോകുന്ന കുറച്ച് റെമഡീസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിലൊക്കെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, അതായത് ഞരമ്പൊക്കെ വീർത്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഹാർട്ടാണ് നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷന് റോൾ എടുത്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ ശരീരത്തിൽ ആർട്ടറീസിലൂടെയാണ് ബ്ലഡ്, അതായത് ശുദ്ധമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്നത്. അതുവഴി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ വെയിനിലൂടെയാണ് തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സർക്കുലേഷൻ നടക്കുന്നത്. ഈ വെയിൻസ് എന്ന് പറയുമ്പം രണ്ട് തരമുണ്ട്, അതായത് സൂപ്പർഫിഷ്യൽ വെയിൻസും ഡീപ്പ് വെയിൻസും ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ വെയിൻസിൻ്റെ വാൽവിനുണ്ടാകുന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു വെരിക്കോസിറ്റി വരുന്നത്, അതായത് അവിടെ സ്വെല്ലായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് കാണുന്നത് അതുകൊണ്ടാണ്. നമുക്കിതിൻ്റെ സിംറ്റംസ് കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ടൊരു 6 സ്റ്റേറ്റിലാണ്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാലിൻ്റെ തൊടഭാഗത്ത് അല്ലെങ്കിൽ മുട്ടിന് പിറകിലായിട്ടൊക്കെ ഒരു സ്പൈഡർ വെബ് പോലെ, ഒരു 8 കാലി വല പോലെ ഇങ്ങനെ നിൽക്കണ പോലെ ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് സ്വെല്ലായിട്ട് അതിൻ്റെ കൂടെ ഒരു കടച്ചിലൊക്കെ വന്നിട്ടുള്ളൊരു കണ്ടീഷൻ. മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കവിടെ കുറച്ചുകൂടെ നീരൊക്കെ വന്നിട്ട് ഒന്നുകൂടെ വീർത്തിരിക്കുന്ന പോലെയൊക്കെ കാണാൻ പറ്റും. ഇത് കൂടുതൽ കാണുന്നത് നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാൻഡിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ, അതായത് ടീച്ചേഴ്സ്, പോലീസ് പോലുള്ള ആൾക്കാരിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കണ്ടുവരുന്നത്. നാലാമത്തെ ഒരു സ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കളർ ചേഞ്ച് ആണ് ഉണ്ടാവുക, അതായത് ഒരു ബ്രൗൺ, ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലൊക്കെ നമുക്ക് എക്സ്റ്റേണലി ഇങ്ങനെ ആ ഒരു വെയിൻ എടുത്ത് നിൽക്കുന്ന പോലെയൊക്കെ കാണാൻ പറ്റും. അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത് അൾസറായിട്ട് അല്ലെങ്കിൽ അതൊരു പൊട്ടിയിരിക്കുന്ന ഒരു വ്രണം പോലുള്ളൊരു സാഹചര്യത്തിലായിരിക്കും നമുക്ക് അടുത്ത സ്റ്റേറ്റിൽ കാണാം. ഫർദർ ഇതൊരു 6th സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേനും അത് റപ്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമായിരിക്കും അടുത്ത സ്റ്റേറ്റിൽ കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് നമുക്കിതിൻ്റെ രോഗ കാരണങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇതിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഏജ്, അതായത് നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ മസിലിനൊക്കെ ഒരു വീക്ക്നെസ്സും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരാം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട്, അതായത് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാൻഡിങ്, അതായത് കുറേ നേരം നിന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ നമുക്ക് ഇതിങ്ങനെ ഒരു കണ്ടീഷൻ കാണാം. അത് നമുക്ക് വാൽവിനൊക്കെ ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. അതായത് നമ്മൾ ടീച്ചേഴ്സ്, പോലീസ് പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ കുറേ ഇത് കാണാൻ പറ്റുന്നുണ്ട്. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒബേസിറ്റി ഉള്ള കണ്ടീഷൻ, നമുക്ക് അമിതമായി വണ്ണമുള്ള ആൾക്കാരിൽ വെയിനൊരു കംപ്രഷൻ വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വെയിറ്റ് ധാരാളം കിട്ടുമ്പോൾ കാലിനൊരു ബലം കൂടുതൽ കൊടുക്കുമ്പോൾ അവിടെ ഒരു കംപ്രഷൻ നടന്നിട്ടാണ് ഇങ്ങനൊരു സാഹചര്യം വരുന്നത്. അടുത്തത് പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്, അതായത് പോസ്റ്റ് പാർട്ടം കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഹോർമോണൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ഡിസീസൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്കിതുപോലെയൊക്കെ വരാം. അടുത്തതായി പറയുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസൊക്കെ നമുക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പം നമ്മുടെ ഒരു അമൈനോ ആസിഡ് ഉണ്ട്, ഹീമോസിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഇത് നമുക്ക് നമ്മുടെ കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ പോലുള്ള പ്രോട്ടീൻസിൻ്റെ ഒക്കെ എന്താ പറയുക ആക്ടിവിറ്റിനെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ വെയിൻസിന് അല്ലെങ്കിൽ വാൽവ്സിനൊക്കെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാക്കും. ഇത് ഫർദർ നമുക്ക് ഇതുപോലെ വെരിക്കോസ് വെയിന് കാരണമാവുന്നുണ്ട്. അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മുടെ വ്യായാമം ചെയ്യാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതുപോലെ നമ്മൾ സ്മോക്കിംഗ് കൂടുതലുള്ളൊരു സാഹചര്യത്തിൽ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കാണാം. അതുപോലെ ഒന്ന് തന്നെയാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അമിതമായിട്ട് വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാലിൽ നിന്ന് മുകളിലോട്ടുള്ളൊരു ബ്ലഡ് ഫ്ലോ കുറയും. ഇതും ഫർദർ ഒരു വെരിക്കോസിറ്റിയിലേക്കാണ് നമുക്ക് ലീഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്തൊക്കെ റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ പോസ്റ്ററൽ ഡിഫറൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എക്സസൈസ് എന്ന് പറയുമ്പം നമുക്ക് കാഫ് മസിലിനൊരു എക്സസൈസ്, അതായത് നമ്മുടെ കാല് രണ്ടും തറയിൽ വെച്ചതിന് ശേഷം നമ്മുടെ വിരലിൽ സപ്പോർട്ട് ചെയ്തിട്ട് പതിയെ നമ്മുടെ ഹീൽസ് റേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരു 15 കൗണ്ട്സ് ഒക്കെ ചെയ്യുന്നത് ഇതുപോലൊരു കണ്ടീഷനെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഒന്ന് കുറച്ചെടുക്കാനൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലൊരു എക്സസൈസാണ് ലെഗ് റേസിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കിടന്നതിന് ശേഷം വാൾ സപ്പോർട്ട് ചെയ്തിട്ട് കാല് പതിയെ വാളിലേക്ക് റേസ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺലി കൊണ്ടുവരുന്നതും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ കുറച്ച് നേരം സ്ക്വാഡ് പൊസിഷനിൽ എക്സസൈസ്, സിറ്റപ്സ് പോലെയൊക്കെ ചെയ്യുന്നതും കുറച്ചുകൂടെ ബെനിഫിഷ്യലാണ്. അതുപോലെ നമ്മുടെ ബാൻഡേജസ്, സ്റ്റോക്കിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാല് കുറച്ച് നേരം ടൈ ചെയ്ത് വെക്കുന്നത് നമുക്കിതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ജനറലി ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലേസർ ചെയ്യാറുണ്ട്, അതുപോലെ സർജറി ചെയ്യാറുണ്ട്, അതുപോലെ തന്നെയാണ് സ്ക്ലീറോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ കണ്ടീഷൻ തിരിച്ചു വരുന്നതും കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റക്കായിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ആ ബ്ലഡിനെ നമ്മൾ പുറത്തോട്ട് യൂസ് ചെയ്ത് കളയാണ് വേണ്ടത്. അതിന് നമുക്ക് കുറച്ച് തെറാപ്യൂട്ടിക് കാര്യങ്ങൾ ചെയ്യാം, അതായത് ലീച്ച് തെറാപ്പി പോലെ അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അതും അല്ലെങ്കിൽ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വെരിക്കോസ് വെയിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ക്യൂർ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ, അതായത് ലക്ഷണങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾക്കൊരു കണ്ടീഷൻ തോന്നുവാണെങ്കിൽ അതിനെ നമുക്ക് കൺഫേം ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് വീനസ് ഡോപ്ലർ സ്കാൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഫർദർ മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നട്ട്സും ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. പാലിൻ്റെ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ റെഡ് മീറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമുക്കൊരു വെരിക്കോസ് വെയിനുള്ളൊരു കണ്ടീഷനിൽ ഇത് റപ്ചർ ആവാനൊരു ടെൻഡൻസി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ പ്രോട്ടീൻ്റെ അളവും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ട് നോൺ വെജ് പ്രോട്ടീൻസ് നമ്മളൊന്ന് കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുക. അതിന് പകരമായിട്ട് നമുക്ക് നട്ട്സ് കഴിക്കാം. അതായത് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. എലോങ് വിത്ത് കുറച്ച് സാലഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഫുൾ മീലാക്കിയിട്ടും കഴിക്കാം. ഇനി നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതായത് omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം. അതുപോലെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള, അതുപോലെ വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ്. അതായത് കൃത്യമായിട്ടുള്ള മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്